ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ അങ്ങനെ ദൈവത്തിൻ്റെ കരുണയാൽ ഹോം ലാൻഡിലെത്തി കേട്ടോ. അട്ടപ്പാടിയാണ് നമ്മുടെ ഹോം ലാൻഡ്. കർത്താവ് ഈ ഒരു സെഹിയോൻ മിനിസ്ട്രീസ്, അതേപോലെ തന്നെ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ്, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, അങ്ങനെ എല്ലാ FCയും എല്ലാം തുടങ്ങാൻ കർത്താവ് തിരഞ്ഞെടുത്തൊരു പ്രത്യേക സ്ഥലമാണ്. അവിടെ നിന്നാണല്ലോ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ കർത്താവ് അയക്കുന്നത്. ജെറുസലേമിൽ കർത്താവ് തുടങ്ങി അയച്ചതുപോലെ അല്ലേ? വെരി ഗുഡ്. പിന്നെ വൈദികരെ ധ്യാനം തുടങ്ങുകയാണ്. കൈവിട്ടേക്കരുത്, നമ്മൾ തമ്മിൽ വിഷയത്തിലാവും. ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. സീരിയസ് ആയിട്ട് പറയുക. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ചില സപ്പോർട്ട് ചെയ്യണം വൈദികരുടെ ധ്യാനത്തെ കേട്ടോ. എനിക്ക് നിങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളേ, അതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസല്ലോ. പിന്നെ 1-ാം തീയതി കഴിഞ്ഞ ദിവസത്തെ ബ്ലെസ്സിങ് എല്ലാം തരാൻ വിട്ടുപോയി. ചില തിരക്കായിപ്പോയി പ്രദേശത്തിൻ്റെ പല കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നത് തരാം കേട്ടോ, വിഷമിക്കേണ്ട, പരിഹാരം ഉണ്ടാക്കാം. സാക്ഷ്യം വായിക്കാം. ബഹുമാനപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് ടീന എന്നാണ്. ചേർത്തലയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഞാൻ അച്ഛൻ്റെ ടോക്ക് സ്ഥിരമായിട്ട് കേട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ എഴുതുന്നത് എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ്. എൻ്റെ മോൻ വളരെ നേരത്തെ തന്നെ സംസാരിച്ച് തുടങ്ങിയതാണ്. വ്യക്തമായി സംസാരിച്ചിരുന്ന കുട്ടി പിന്നീട് വിക്കിയായാണ് സംസാരിക്കുന്നത്. കുഞ്ഞായതുകൊണ്ട് മാറിക്കോളുമെന്ന് കരുതി ഞങ്ങൾ ആദ്യം കാര്യമാക്കിയില്ല. എന്നാൽ അത് കൂടി വരികയാണ്. കേൾക്കുന്നവരൊക്കെ വിക്കനാണോ കൊച്ചെന്ന് വരെ ചോദിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയൊരു ക്ഷീണമാണല്ലോ. ഞങ്ങൾ കഴിയും വിധത്തിലെല്ലാം കുഞ്ഞിനെ ട്രെയിൻ ചെയ്യിക്കാൻ നോക്കി, പലതരത്തിൽ നോക്കി, വഴക്കിട്ട് അല്ലെങ്കിൽ അല്ലാതെയും ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൂടാതെ അവൻ്റെ ബൗവൽ ഹാബിറ്റ് അതിന് ചേഞ്ചസ് വരാൻ തുടങ്ങി. റെഗുലറായിരുന്നത് 8-10 ദിവസത്തിലായി വയറ്റിൽ നിന്ന് പോകുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ച് മെഡിസിൻ കൊടുത്തു, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. ടെസ്റ്റുകളെല്ലാം നോർമലാണ്. പക്ഷേ കുഞ്ഞിൽ നിന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ അത് മാറുന്നില്ല. വയറ്റിൽ നിന്ന് പോകുന്ന നേരത്ത് ഉള്ള ബുദ്ധിമുട്ട് നമുക്കിത് നേരിട്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല, പിള്ളേരെ ആകുമ്പോഴേ. അപ്പോൾ അതോടെ ആകെ തളർന്ന് ഞങ്ങൾ ആ സമയത്ത് അച്ഛൻ്റെ 1829 എപ്പിസോഡ് കാണാനിടയായി. അതിൽ വായിച്ച സാക്ഷ്യവും ഇതേ പ്രോബ്ലം തന്നെയായിരുന്നു. 9 ദിവസം അത് കണ്ട് പ്രാർത്ഥിക്കാമെന്ന് നേർന്നു. അടുത്ത ദിവസങ്ങൾ തന്നെ കുഞ്ഞിൻ്റെ സംസാരത്തിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങി. 9 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സംസാരവും ക്ലിയറായി, ബൗൽ ഹാബിറ്റും റെഗുലറായി. എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്കും മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തും ഈശോയ്ക്ക് സമർപ്പിച്ച് പറയുക. ഹല്ലേലൂയ. എത്ര കറക്റ്റ്, വളരെ തിയോളജിക്കലായിട്ട് അത് എഴുതിയിരിക്കുന്നത് അല്ലേ? മഹത്വം പുകഴ്ച എല്ലാ ഈശോയ്ക്ക് നന്ദി, മഹത്വം മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഇതൊക്കെ അങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. അച്ഛനും ഒന്നും പറയരുത്, കാരണം അച്ഛനും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ അത് ദൈവത്തിൻ്റെ പ്രവർത്തനം. എല്ലാ മഹത്വവും പുകഴ്ച ഈശോയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ എപ്പിസോഡുകൾ ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റിൻ്റെ ഒരു ചേട്ടൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പ്രദേശം സപ്പോർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓർമ്മയാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഫാദർ ബിനോസ് കുഞ്ഞ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാനലുണ്ടല്ലോ, വാട്സപ്പിൻ്റെ ചാനല്, അത് നിങ്ങൾക്ക് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങളോട് അല്ലെങ്കിൽ സെൻറ്ററുകളൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, അതങ്ങ് അയച്ചു തരാം കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കോമൺ ആയിട്ട് അത് ഇടുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് 101-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മെ പുറത്താക്കാൻ പിശാച് ഈ മാർഗം ഉപയോഗിക്കും എന്ന് പറയുക. വചനം ഇതാണ്: വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധി തുടരാൻ ആവില്ല. ഇതാണ് വചനം. പ്രിയമുള്ള സഹോദരൻ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ പല പല പശ്ചാത്തലത്തിലെ കമ്പനികളിൽ നിന്നൊക്കെ മാക്സിമം ആൾക്കാർ ചില പുറത്താക്കാൻ നോക്കും. ഹോസ്പിറ്റലുകളിൽ നിന്ന് ആൾക്കാരിങ്ങനെ പുറത്താക്കാൻ വേണ്ടിയുള്ള അങ്ങനെ സാഹചര്യങ്ങളൊക്കെ വരും. നമ്മളിങ്ങനെ പുറത്താകാതെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള പരിശ്രമം എല്ലാ വിധത്തിലും നമ്മൾ നടത്തുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇതേപോലെ തന്നെ വലിയൊരു അപകടമുണ്ട്. പുറത്താക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്ന പല മാർഗ്ഗങ്ങൾ, പല പ്രോബ്ലംസൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ചിലപ്പോൾ പുറത്താക്കാം. ചിലപ്പോൾ ഒരു കാരണമില്ലാതെ പുറത്താക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ പിശാചിന് വചനം അറിയാമല്ലോ. അപ്പോൾ പിശാച് ഇപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുക, വഞ്ചന ചെയ്യുന്ന ഒരുവൻ എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. ഒരുവൻ എന്നുള്ള വാക്ക് പ്രത്യേകം ഓർക്കണം. നുണ പറയുന്ന ഒരുവൻ എൻ്റെ സന്നിധി തുടരാൻ പറ്റിയല്ല. ഇത് പിശാചിനറിയാം. അപ്പം നിന്നെ ഒരു കാര്യത്തിൽ നിന്ന് പുറത്താക്കാൻ എളുപ്പമാർഗ്ഗം എന്താ? എളുപ്പമാർഗ്ഗം ഈ വചനം നിന്നെക്കൊണ്ട് ലംഘിപ്പിക്കുക. നമ്മൾ വിചാരിക്കുന്നതിന് ഇപ്പോൾ ഒരു നുണ പറഞ്ഞപ്പോൾ എന്നാത്ര വിഷയം അല്ലേ? അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയില്ല. ഒരു ചെറിയ വഞ്ചന കാണിച്ചു, അത് പോട്ടെ,
മനസ്സിലാക്കുമല്ലോ, ദൈവമല്ലേ എന്തൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ സഹോദരനെ വലിയ അപകടങ്ങൾ സംഭവിക്കും. അപ്പം നമ്മൾ ഇരിക്കുന്ന കമ്പ് നമ്മൾ തന്നെ മുറിച്ച് കളയുന്നൊരു സ്ഥിതിയിലേക്കാണ്. ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴുമൊക്കെ സെമിനാരി ഫോർമേഷനിൽ പോലും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില നുണ പറയുകയും അങ്ങനെ ചില ആൾക്കാർ അവരൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു സമയം കഴിയുമ്പോൾ പുറത്തു പോകാം. അതെന്തെങ്കിലുമൊക്കെ കാരണം തന്നെ വന്ന് പുറത്തു പോകും. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഏതെങ്കിലും ഈ കാര്യത്തിൽ എന്നെ ധരിച്ചു, അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം വചനം തന്നെ അവരെ പുറത്താക്കും. എല്ലാത്തിൻ്റെയും വിധിയാളൻ വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. അപ്പം അതിനനുസരിച്ച് ഈ ലോകം പോവുള്ളൂ. പിന്നെ എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല, ലോകം അങ്ങനെ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിശാച് നമ്മളെ പുറത്താക്കാൻ ഈ മാർഗ്ഗം ഉപയോഗിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, വഞ്ചിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ വഞ്ചിക്കരുത്. അത് ഒരു സമയം കഴിയുമ്പോൾ നമുക്കെതിരെ തിരിച്ചു വരുമെന്ന് വചനമുണ്ട്. 33:1 കിടക്കണം. അതുകൊണ്ട് അതെല്ലാം മാറി നുണ പറയരുത്. സത്യസന്ധ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. ഈശോ സത്യമാണ് അല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. നമുക്ക് സ്തുതിക്കാം, പ്രാർത്ഥിക്കാം, ബ്ലെസ്സിങ് തരാം. ഈ പ്രോബ്ലമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിക്കാവോ? സ്തുതിപ്പ് തുടങ്ങിയാലേ പ്രാർത്ഥന തുടങ്ങുള്ളൂ. നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇതല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് തന്നെ ആശീർവാദം ഇവരുടെ മേൽ പതിപ്പിക്കണമേ. ആശീർവാദം അവിടുന്ന് നൽകണമേ കർത്താവേ. ദൈവമേ, പ്രത്യേകരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ. മാതാവിനോട് ഒക്കെ പ്രത്യേകമായി, ദേവസ്വപിതാവിനൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വണക്കവാസമൊക്കെ ചെല്ലുന്ന ഈ മാസം കർത്താവിന് വലിയൊരു കൃപയായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് അനുഗ്രഹിക്കുക. നിങ്ങൾ ശരിഞ്ഞ പൈശാചികതകൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഈ വചന ലംഘനമുള്ളവർക്ക് അനുദപിക്കാൻ കൃപ ലഭിക്കട്ടെ. ഈ വചനം പാലിക്കാൻ കൃപ ലഭിക്കട്ടെ. ഈ വചനം പാലിക്കുന്നവർക്ക് ആ വചനപ്രകാരം അനുഗ്രഹവും ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ വചനം മുൻപ് ലംഘിച്ചിട്ടുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വരട്ടെ എന്ന് ആശീർവദിക്കുക. ഇന്നത്തെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ കർത്താവ് ഇതുപോലെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യതയാൽ, സർവ്വപരി ഈശോയുടെ കുരിശുമരണത്തിന് ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ പിതാവെ കരുണ തോന്നി കർത്താവെ സംസാരിക്കാൻ തടസ്സമുള്ള കുഞ്ഞുങ്ങളുടെ നാവിൻ്റെ കെട്ടുകൾ യേശു ക്രിസ്തുവിന്റെ അഴിയത്തെ എഫാത്ത തുറക്കപ്പെടട്ടെ. സ്ഫുടമായി സംസാരിക്കാൻ കർത്താവിൻ്റെ കൃപ, കർത്താവ് ജ്ഞാന 10:20 അതിന് പ്രകാരം അഴിച്ചു വിടുവിക്കുന്നത് കൃപ നിറയേണ്ടത്. ഓ കർത്താവ് ദൈവം. അപ്പം തന്നെ ഈ കർത്താവ് ടോയ്ലറ്റ് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുക. അത് മുതിർന്നവരാണെങ്കിലും ശരി, കർത്താവിൻ്റെ കരം നിങ്ങളെ സുഖപ്പെടുത്തരുത്. ദുഷ്ടാരികൾ ബന്ധിച്ച് ബഹിഷ്കരിക്കും. കുരിശനെയുള്ള ഈ ബന്ധിക്കും കൃപ നിങ്ങളെ താങ്ങട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.